നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് നിങ്ങളെ ഏതൊരു കാര്യത്തിലും പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉടൻ തന്നെ വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു സുഹൃത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പങ്കാളിയുടെ രൂപത്തിലൊക്കെ ആവാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും അവരുടെ വരവ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ട് നൽകും എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നതാണ്. അവരുടെ സാന്നിധ്യം നിങ്ങളിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സ്നേഹമുള്ള, ദയയുള്ള, സഹായിക്കാൻ മനസ്സുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു പ്രോത്സാഹനം നൽകി, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള ചില സാഹചര്യങ്ങളെ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും ഇപ്പോഴും അത്തരമൊരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികൾ കാരണമായിരിക്കാം ഇത്തരമൊരു സങ്കടം നിങ്ങൾക്ക് വന്ന് ചേർന്നത്. അതായത് മനഃപൂർവ്വം നിങ്ങളെ ചതിക്കണം, നിങ്ങളെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തോടെ നിങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞും നിങ്ങളെ കുറ്റപ്പെടുത്തിയുമൊക്കെ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും വ്യക്തികൾ തിരിഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ നിങ്ങളിൽ പലരും മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ കുറച്ച് കാലമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം നിങ്ങളിൽ പലരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു വേദന നിറഞ്ഞ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മയാണെന്ന് തന്നെ വിശ്വസിക്കുക. ഒരുപക്ഷെ എപ്പോഴൊക്കെയോ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റിൻ്റെ ഫലമായിരിക്കാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ കർമ്മയുണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് തന്നെ വന്നു ചേരുന്നതാണ്. ഇനി മോശം കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും മോശം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ജീവിതത്തിൽ എപ്പോഴും നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ മുൻജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതോ ഒരു മോശം പ്രവൃത്തിയുടെ ഫലം ആണെന്ന് തന്നെ വിശ്വസിക്കുക. എന്തായാലും ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ദൈവിക ചിന്തകളിലൂടെ എപ്പോഴും കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവുമൊക്കെ കടന്നു വരുന്നതാണ്. അതായത് ഇത് നിങ്ങളുടെ കർമ്മയാണെന്ന് മനസ്സിലാക്കി ദൈവിക ചിന്തകളിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വേദനയെ നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അതായത് നിങ്ങളെ സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലുമൊക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് നിങ്ങളിൽ പലരും തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പുതിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. പലരും യാത്ര ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ, അതായത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം നന്മകൾ, നേട്ടങ്ങൾ ഇവയൊക്കെ വന്നു ചേരാനായിട്ട് സഹായകമാവും എന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെയധികം ഉത്സാഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ്. ക്ഷമയോടെ
പക്വതയോടെ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം അത്തരം അറിവുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനകരമാവും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം കടന്നു വരുന്നുണ്ട്. എനിക്കതിന് കഴിയുമെന്നുള്ള ഒരു ചിന്ത, ധൈര്യമൊക്കെ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം പ്രാധാന്യം കൊടുത്തു തന്നെ നിൽക്കുക എന്നുള്ളതാണ്. കൂടാതെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ, നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.